നമസ്കാരം. കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതിയിട്ട്, അല്ലാതൊരു സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. കാരണം വെച്ചാൽ ഇത് നമ്മുടെ പഴയ വിഷയം തന്നെയാണ്. നമ്മുടെ അലമ്പ് കേസില്ലേ, മറ്റേ വീടുണ്ടാക്കിയ കേസ് തന്നെയാണ്. ഇത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് പോകാൻ സമ്മതിക്കില്ല എന്നത്. കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ്. ഒരു പുതിയൊരു അവതാരം വന്നിട്ടുണ്ടോ, രതീഷ് എന്ന് പറഞ്ഞിട്ട്, മറ്റേ എഴുന്നേൽക്കൂ രതീഷ് അല്ല, പ്രജീഷ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് പോലും എന്താണ്, ഞങ്ങളുടെ നായകന്റെ പേര് പോലും നിനക്കറിയില്ലടാ നാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരണ്ട. ആരാധകര് ഇദ്ദേഹത്തിന്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വലിയൊരു സിനിമാ നടനാണ്. ആൽബം മേഖലയിലെ പ്രേം നസീറാണ്. ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലേ കാണുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, തിരക്കിലായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഊക്ക് പ്രതീഷ് എന്ന് പറയുന്ന സിനിമാ നടൻ പ്രേം നസീർ, ആൽബം മേഖലയിലെ പ്രേം നസീർ ചോദിച്ച് മേടിച്ചതാണ് ഗൈസ്. അവന് രേണുസുധിയുടെ വീടിനെ കുറിച്ചിട്ട് അവനോട് ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. അത് അവരുടെ കാര്യമല്ലേ, അത് അവർ ഡീൽ ചെയ്തില്ലേ. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്നൊരൊറ്റ വർത്താനം പറഞ്ഞാൽ മതി. അപ്പോഴേക്കും അവനവിടെ കയറി മെയിനായിട്ട് രേണുസുധിയുടെ വീട്ടിൽ 24 മണിക്കൂർ അവൻ ജീവിക്കുന്ന പോലെ ചോർച്ച ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറ്റി കൊടുത്തല്ലോ എന്നൊക്കെ അങ്ങോട്ട് അംഗീകരിച്ച് വിടുകയാണ്. അതിനുള്ളൊരു മറുപടിയും കൊണ്ടാണ് ഫിറോസ് ഇന്ന് ഈ ഒരു വീഡിയോയും കൊണ്ട് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് റിയാക്ട് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. ഇതിൽ നമ്മൾ അധികമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ തന്നെ കണക്കിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, വയറ് നിറയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോന്റെ ബാക്കി കാണാം. അതിനു മുമ്പ് ഫിറോസ് പറഞ്ഞ പോലെ തന്നെ രേണുസുധിന്റെയോ പ്രതീഷിന്റെയോ അന്തം ആരാധകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴിക്ക് വരാണ്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റിയ വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് പറ്റുന്ന വേറെ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അത് പോയി കാണുക. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ലാസ്റ്റ് ഇരുന്ന് കമന്റ് ടൈപ്പ് ചെയ്ത് വെറുതെ നേരം കളയണ്ട. കേട്ടല്ലോ, എസ്പെഷ്യലി PR വർക്കേഴ്സ്. ഇപ്പൊ അവരുടെ ശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്റെ വീഡിയോ കണ്ടിട്ട് രേണുസുധി എന്റെ ആജന്മ ശത്രുവാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് രേണുസുധി വെറൊരു കണ്ടന്റ് മാത്രമാണ്. ഇനിയിപ്പോൾ അവരെ നേരിട്ട് കാണുന്ന സമയത്ത് അവരെടുത്തിട്ട് കുടയണമെന്ന് ഞാൻ പോകുന്നില്ല. ഓക്കെ, കമന്റ് ഇടുന്ന ആളുകൾക്കും രേണുസുധി വെറും ഒരു ചർച്ചാ വിഷയം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ യൂട്യൂബിന്റെ ട്രെൻഡിങ് അനുസരിച്ച് പുള്ളിക്കാരിന്റെ വീഡിയോ ഇട്ടാലേ റീച്ച് ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് റീച്ച് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ വീഡിയോയും ഇടും. അപ്പൊ ഇത് കണ്ടിട്ട് ആരും കുരുപൊട്ടിക്കേണ്ട. അപ്പൊ നമുക്ക് വീഡിയോന്റെ ബാക്കി കാണാം. ഈ ചെങ്ങായി ഏതാ അറിയില്ല എനിക്ക് കേട്ടോ. ഇപ്പൊ ഒരു ഇന്നലെ മിഞ്ഞാന്നൊരു വീഡിയോ കണ്ടിരുന്നു. ഇയാളങ്ങോട്ട് പറയാ, ബിൽഡേഴ്സ് സമ്മതിച്ചാണല്ലോ ആ വീട്ടില് ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്താണ്, ബിൽഡേഴ്സ് സമ്മതിച്ചു ചോർച്ച ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ പൊന്നുമോനെ ആരാടാ സമ്മതിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഫിറൂസ് ആദ്യം ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്. ആ വീടിന് ചോർച്ചയില്ല. ആ വീടിന് ചോർച്ചയില്ല. ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല. കാറ്റടിക്കുമ്പോൾ, ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റലടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം വരുന്നുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ്. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുത്താണ്. ചാറ്റലുണ്ടെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ്, നമ്മൾ ഇനി അത് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ, അത് ബിൽഡേഴ്സിന്റെ അവരെ ബിസിനസിനെ ബാധിക്കുന്ന എന്താണ് ഉപദേശവും പിന്നെന്താ വേണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടട്ടാ. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ. പിന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മോനെ പ്രതീക്ഷയെ? അവന്റെ പേര് പോലും തെറ്റിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പേരെങ്ങാനും തെറ്റിച്ച് പറഞ്ഞാൽ നിനക്ക് എന്റെ പേര് പോലും അറിയത്തില്ലേ മൊണ്ണെ, അങ്ങനെ ഇങ്ങനെ ഇണ്ണേ ഹൊണ്ണേ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയവരെ വിളിച്ചു പറയും. പേരൊക്കെ ഇപ്പൊ നിന്നെ കളിയാക്കാൻ വേണ്ടി തെറ്റിച്ചൊക്കെ വിളിക്കാം. പ്രതീക്ഷേ രതീഷേ ആരെങ്കിലും ഒരാളാവട്ടെ. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നീയാണ് ആളെന്ന് ആൾക്കാർക്ക് ആ ഒരു ഫസ്റ്റ് ലെറ്റർ പറയുമ്പോൾ തന്നെ കാര്യം കത്തും. അതുകൊണ്ട് പിന്നെ അത് അവിടെ നിൽക്കട്ടെ. ഇത് നീ ചോദിച്ചു വാങ്ങിയല്ലേ, നിനക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ആസ് എ ഔട്ട്സൈഡർ എല്ലാവരും പറയുന്ന പോലെ നിനക്കൊരു അഭിപ്രായം പറഞ്ഞു പോവാം. അല്ലാതെ ഇങ്ങനെ ഇന്റർവ്യൂ ചാനലുകൾക്കൊന്നും അവരുടെ വീട് സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യം നിനക്കില്ല. അല്ലെങ്കിൽ നിന്റെ കൂടെ മറ്റേ പ്രസ്തുത കക്ഷി വേണം. ആ കക്ഷി ഉണ്ടെങ്കിലും ആ കാര്യത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ അത്ര വലിയൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണുന്ന കാഴ്ചക്കാരെയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയുക. ചേച്ചിയാണ് അനിയനാണെന്ന് നിങ്ങൾ പറയുന്നല്ലേ ഉള്ളൂ. 3 മാസത്തിന്റെ ഉള്ളിലുള്ള ചേച്ചി അനിയൻ ബന്ധമാണല്ലോ, അല്ലാതെ വർഷങ്ങളോട്ട് പരിചയം കീപ്പ് ചെയ്തിട്ടുണ്ടായ ഒരു ചേച്ചി അനിയൻ ബന്ധങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ എടുത്തു പറയുന്നത്. നീ ചോദിച്ചു മേടിച്ചതാണ്. ആരെങ്കിലും ഒരാൾ മയക്കം കൊണ്ട് വരുന്ന സമയത്ത് രേണുസുധിന്റെ കാര്യം എസ്പെഷ്യലി നിന്നോട് ചോദിക്കുമ്പോൾ, വേറെ ആരോടെയും ചോദിക്കുമ്പോൾ ഇത്ര വലിയ സീൻ ഉണ്ടായി കാണില്ല. നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് പറയാമായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, അല്ലെങ്കിൽ അത് അവരോട് ചോദിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ഒരു കാര്യം പറഞ്ഞാൽ അതവിടെ തീർന്നു. പിന്നെ നീ അതിലിട്ട് കയ്യിലിട്ട് കുറച്ച് അയാൾ പറഞ്ഞ പോലെ തന്നെ ഈ ഉപദേശവും രണ്ടും കൂടെ ഒപ്പരം നടത്തുന്ന പരിപാടി ചീപ്പ് പരിപാടിയാണ് മോനെ. പ്രതീക്ഷ അത് വിചാരിക്കണ്ട. ഫിറോസ് അങ്ങനൊന്നും പ്രതികരിക്കാൻ അറിയാത്ത ആളാണ് എന്ന് രതീഷിന് വല്ല സംശയം ഉണ്ടെങ്കിൽ രതീഷ് അത് വേണ്ട. രതീഷ് തന്നെ വീണ്ടും വിളിക്കുന്നത്
നമ്മുടെ ആ കട്ടപ്പനയിലത്തെ ഡയലോഗ് വരും, രതീഷ് എഴുന്നേൽക്കും, രതീഷ് എഴുന്നേൽക്കും എന്ന് പറയാം, അത് ഓർമ്മ വരും. പ്രജീഷ് അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയെങ്കിൽ പ്രജീഷ് അത് ഒഴിവാക്കിക്കോ. പ്രജീഷ് എല്ലാവരും കളിക്കുന്നില്ല. ഇപ്പൊ അതുലിനൊക്കെ മൊങ്ങൻ, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിൽ എന്താ തീരുമാനിച്ചു? അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പ്രജീഷ് ദയവ് ചെയ്ത് എന്റെയോ എന്റെ കമ്പനിയുടെയോ എന്റെ ഗ്രൂപ്പിന്റെയോ തലമണ്ടയ്ക്ക് കയറാൻ വരണ്ട. പ്രജീഷ് രേണുവിന്റെ ആരുമല്ല. എന്നെ സംബന്ധിച്ചോളം പ്രജീഷ് രേണുവിന്റെ ബ്രദറോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മകനോ ആരുമല്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്. അപ്പൊ രേണു പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. അത് ചാറ്റലായിരുന്നു. രേണുവിന്റെ പപ്പ സമ്മതിച്ചിട്ടുണ്ട്, അത് ചാറ്റലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് വാക്ക് മാറിപ്പോയതെന്ന് പറഞ്ഞു. പിന്നെ നീ ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ വരണ്ട. പ്രജീഷിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാ പറയുന്നത്. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ. ഞങ്ങളെ വീടുണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളും രേണുവും തമ്മിൽ അത് തീരുമാനിച്ചോളാം. നീ അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് വെറുതെ എല്ലാം ഉണങ്ങുന്നത് എണ്ണക്കാണ്. നീ അതിന്റെ ഇടയിൽ കയറിന്നിട്ട് ഉണങ്ങാൻ നിൽക്കണ്ട. പ്രജീഷിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാ പറയുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു പ്രതീക്ഷയെ? ഈ ഉണരു രതീഷ് ഉണരു എന്ന് പറയുന്ന പദം പ്രതീക്ഷിനും നന്നായിട്ട് ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീനെ കുറിച്ചിട്ട് കണ്ടന്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഈ പുള്ളി പറയുന്ന സ്ഥിരമായ ഒരു ഡയലോഗാണ്, രേണുസുധീനെ വിറ്റാലേ ഇവർക്ക് ജീവിക്കാൻ പറ്റൂ, രേണുസുധീനെ വിറ്റാണ് അരി വാങ്ങുന്നത്, രേണുസുധി അങ്ങനെ, രേണുസുധി ഇങ്ങനെ, രേണുസുധി അങ്ങനെ. ഓക്കെ, സംഭവം ശരിയാണ്. രേണുസുധി യൂട്യൂബിലെന്നല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആണ്. അവരെ വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രേണു എന്നൊരു വാക്ക് കേട്ടാൽ കാണാൻ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു റീച്ചിന് വേണ്ടി തന്നെയാണ് മറ്റുള്ള എല്ലാവരും രേണുവിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ കണ്ടാൽ പോരെ, ഞങ്ങളാരും നിർബന്ധിച്ച് കുത്തടാ കാണടാ എന്ന് പറഞ്ഞ് കാണിക്കുന്നതല്ലോ. അവരവരെ സ്വന്തം ഇഷ്ടപ്രകാരം ക്ലിക്ക് ചെയ്യുന്നു, കാണുന്നു, കണ്ടിട്ട് അഭിപ്രായം പറയുന്നു, പോകുന്നു. അതിലിപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെന്ന് കരുതി ഒരാളെയും കാണാൻ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നവരോട് പുച്ഛം മാത്രം. അപ്പൊ ഇതിൽ പറയാൻ വേണ്ടി വന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പുള്ളിക്കാരനും രേണു അടുത്തുള്ള സമയത്ത് മാത്രമേ ഒരു റീച്ചുള്ളൂ. പുള്ളിക്കാരൻ അപ്പോഴേ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വിലയുള്ളൂ. അതല്ലാത്ത പക്ഷം പുള്ളി ഇടുന്ന വീഡിയോസിന് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000, 30,000, 40,000, 50,000 ഒക്കെ ആളുകൾ അടുത്തേ പോകുന്നുണ്ട്. പക്ഷെ ഈ രേണുവിനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു വീഡിയോ, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയ്ക്കകത്തൊരു ചെറിയ സ്ക്രീൻഷോട്ട് വാങ്ങി കൊടുത്തായിരുന്നു. 1 മില്യന്റെ മേലെ വ്യൂ ആണ്. അതിൽ ഇഷ്ടമാതിരി കമന്റ് വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ രേണുവിനെ വെച്ചിട്ട് ഈ ബിഗ് ബോസ് പോയിന്റ് 2-3 ട്രോൾസും കാര്യങ്ങളും ചെയ്തു, 2-3 വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരൻ നിലനിൽപ്പുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ രേണുവിന്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ആളുകളൊക്കെ ഇന്റർവ്യൂക്ക് ഈ ചെങ്ങായിന്റെ അടുത്തേക്ക് മയക്കം കൊണ്ട് ചെല്ലുമ്പോൾ അവൻ രേണുവിന്റെ സ്വന്തം സഹോദരൻ, പിതാവ് എന്നുള്ള നിലയിലൊക്കെ കിടന്നിട്ട് വായ്ത്താളടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കണ്ട് നെഗറ്റീവായിട്ട് 4 ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് അവനോട് റീച്ച് കിട്ടി. ഇനിയിപ്പോൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്താൽ റീച്ച് കിട്ടി. ഈ ഒരു സംഭവത്തിന് വേണ്ടി തന്നെയാണ്. അപ്പൊ എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണ് കയ്യിലിട്ട് ഇളക്കുന്നത് എന്നുള്ള കാര്യം സഹോദരൻ മനസ്സിലാക്കുക. ഓക്കെ, ഞങ്ങളെ വിട്ടുപിടി. ഞങ്ങളെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. നീ നിന്റെ കാര്യങ്ങളായിട്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ച് വലിയ നടനായിട്ട് നീ വന്നോ. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഇടുന്ന, അല്ലാതെ ഒരു ഭീഷണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല. എന്താ വെച്ചാൽ 2-3 ആൾക്കാരെ എന്റെ ലിങ്ക് ഇങ്ങനെ അയച്ചായിരുന്നു. എനിക്ക് പ്രജീഷ് പറയുന്നുണ്ടല്ലോ അവിടെ ചോർച്ച ഉണ്ട്, അതാ തേങ്ങ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതിൽ കൂടെ അവന്റെ ഒരു ഉപദേശവും പിന്നെ വേറൊരു സാധനം കൂടെ, രണ്ടും കൂടെ വേണ്ട കേട്ടോ. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിക്കുക. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിലും പ്രജീഷിന്റെ അടുത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പ്രജീഷ് എന്റെ അടുത്തേക്കും വരണ്ട, ഞങ്ങൾ ഗ്രൂപ്പിനെതിരെ വരണ്ട, ഒന്നിനും വരണ്ട. ഓക്കെ, അപ്പൊ പ്രജീഷെ ബൈ ബൈ. പ്രശ്നമൊന്നുമില്ല പ്രജീഷിന്. അപ്പൊ പറയുമ്പോ കാര്യങ്ങൾ നോക്കി സംസാരിക്കുക, സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പൊ പ്രജീഷെ കേട്ടല്ലോ, അതുലിന്റെ മാതിരി ഒന്നും ആയിരിക്കില്ല. ഇവിടുന്ന് കിട്ടുമ്പോൾ കുറച്ച് ഡോസ് കൂടിയിട്ടേ കിട്ടുള്ളൂ. നിനക്ക് പിടിച്ചു നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നീ ഇതിന്റെ മുമ്പ് അതുൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് സഭ്യമല്ലാത്ത ഭാഷയിൽ അറപ്പുളവാക്കുന്ന മുഖഭാവങ്ങളോടെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിനക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി അല്ല ഇവിടെ. ഇത് കുറച്ച് ടഫായിട്ടുള്ള ആളാണ്. അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്റെ സഹോദര ബന്ധങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലോട്ട് ഇറക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നമ്മൾ മർമ്മപ്രധാനമായ വേറൊരു കാര്യം വിട്ടുപോയി. ഇന്നലെ ബിഗ് ബോസ് സീസൺ 2 വീക്കെൻഡ് എപ്പിസോഡിനകത്ത് അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ക്യാമറ നോക്കി, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ ക്ഷമിക്കൂല, എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഞാൻ ക്ഷമിക്കൂല, ചത്താലും ഞാൻ ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ചത്തോളം ഈ ഒരു സേഫ്റ്റി ടാങ്ക് കണ്ടന്റാക്കി കൊണ്ട് നടന്ന പുള്ളിക്കാരി, ഞാൻ ലാലേട്ടൻ പറയുന്നത്, ഞാൻ വീട്ടുകാരോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കട്ടെ, എന്താണ് അഭിപ്രായം എന്ന് വീട്ടുകാരോട് ചോദിക്കാൻ മുതിരുമ്പോഴേക്കും പുള്ളിക്കാരി, അയ്യോ ഞാൻ ലാലേട്ടാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത്രയും എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരി നിമിഷ നേരം കൊണ്ട് പ്ലേറ്റ് കൊണ്ടു. അത്രയേ ഉള്ളൂ ആ പുള്ളിക്കാരി. അവിടെ കണ്ടന്റ് എന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല, കുറ്റം പറയല്ല കേട്ടോ, ഒരുപക്ഷെ അറിയാത്തോണ്ടായിരിക്കാം. സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകാനോ വക സംഭവങ്ങളൊന്നും തന്നെ അറിയാതെയാണ് അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നത്. അതിനുള്ള എങ്ങനെ ഗെയിം കളിക്കണം, എങ്ങനെ അതിൽ പ്രിവെന്റ് ചെയ്യണം, എങ്ങനെ ടാസ്ക് ചെയ്യണം, ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഒരു ധാരണ ഇല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് ഓളത്തിനും ഒഴുക്കിനും അനുസരിച്ച് മാത്രം സഞ്ചരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെഗറ്റീവ് അറിയില്ല, അത് അറിയാത്തതുകൊണ്ടായിരിക്കും. എന്തോ വലിയ സംഭവം എന്ന് വെച്ച് പോയതാണ്. ഈ കണക്കിന് പുള്ളിക്കാരി പുറത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ലക്ഷക്കണക്കിന് കണ്ടന്റ് കാര്യങ്ങളും കിട്ടിയേനെ, കൊടുത്തേനെ. അതിപ്പോൾ അതിൻ്റെ അകത്ത് ചെന്ന സമയത്ത് കൂട്ടിലിട്ട കിളി പോലെ അങ്ങനെ കിടക്കുക. സ്ഥിരമായിട്ട് കാണുന്നത് ഒരാളെ
സ്ഥിരമായിട്ട് മിണ്ടുന്നത് കുറച്ച് ആൾക്കാരുടെ അടുത്ത്. ആ ഒരു അവസ്ഥയിലായിപ്പോയി. ഇനിയിപ്പം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് കണ്ടന്റിന്റെ ഘോഷയാത്രയായിരിക്കും. കാരണം ഇപ്പം പുള്ളിക്കാരി അങ്ങോട്ട് പോയത് മുതൽ സോഷ്യൽ മീഡിയയിൽ നടന്നു വെച്ച കാര്യങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കാനുള്ള തിക്കിലും തിരക്കിലും ആയിരിക്കും. അപ്പം കണ്ടന്റിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരുപാട് പേർക്ക് തന്തയ്ക്ക് വിളിയും ആട്ടുസൂപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ പുറത്ത് ഒരുപാട് പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.